ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് നോങ് നൂച്ച് എന്ന് പറഞ്ഞ ഗാർഡനാണ്. ആ ഗാർഡൻ നമ്മുടെ ബാങ്കോക്കിൽ ഒരു 1.5 hours ഡിസ്റ്റൻസിലാണ് ഉള്ളത്. പട്ടായ എന്ന് പറഞ്ഞ പ്ലേസിലാണ്. അപ്പോൾ ഇതൊരു ഏക്കർ കണക്കിന് സ്ഥലമുള്ള ഒരു ഗാർഡനാണ് കേട്ടോ. അതിൽ കുറേ നമ്മളിപ്പോൾ അവിടുത്തെ ഡാൻസും എലിഫൻറ്റ് ഷോയും അതൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പോകുമ്പോൾ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു നല്ലൊരു പ്ലേസ് ആട്ടോ. ശരിക്കും വർത്ത് വിസിറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഓരോ മോണ്യുമെൻറ്റ്സും ഓരോ കാര്യങ്ങളൊക്കെ വെച്ചേക്കാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒത്തിരി സ്ഥലമുണ്ട്, ഏക്കർ കണക്കിനാണ് പറഞ്ഞില്ല, അങ്ങനെ ഒത്തിരി സ്ഥലമായിട്ട് അവർക്ക് പാർക്കിങ്ങും എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടിക്കറ്റ് നമുക്ക് ഓൺലൈൻ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഞങ്ങൾ ക്ലൂക്ക് എന്ന് പറഞ്ഞ ആപ്പിൽ നിന്നാണ് ഓൺലൈൻ ടിക്കറ്റ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ കുറച്ചൊന്ന് റേറ്റ് നമുക്ക് കുറവിന് കിട്ടും. പിന്നെ ഗ്രൂപ്പായിട്ട് വരുന്നവരും ഉണ്ട്, ബുക്ക് ചെയ്തിട്ട് ഗ്രൂപ്പായിട്ട് വരുന്നവരും ഉണ്ട്. ഞങ്ങൾ ഇൻഡിവിജ്വൽ 4 ക്ലൂക്ക് എന്ന് പറഞ്ഞ ആപ്പിൽ നിന്നാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ എൻട്രൻസിൽ തന്നെ കയറുമ്പോൾ നമ്മൾ ഈ ഡാൻസിൻ്റെ ടിക്കറ്റും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൗണ്ടർ ഉള്ളിലാണ് അവർ പറഞ്ഞു. അത് ഡാൻസ് ഷോ ഒരു 1 hour വെച്ചിട്ടുള്ള ഗ്യാപ്പിലാണുള്ളത്. അപ്പോൾ നമ്മൾ ആ സമയം നോക്കിയിട്ട് വേണം വരാനായിട്ട്. അത് നമ്മുടെ ഓൺലൈനിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ടൈമിലുള്ള നോക്കുള്ളത്. അപ്പോൾ ഉള്ളിൽ കയറി ഉടനെ കുറേ ഇങ്ങനെ ജ്യൂസ് കൗണ്ടറും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസും പിന്നെ നമ്മുടെ ഇളനീർ വെള്ളം, ഫുഡിനൊരു പ്രശ്നം വരില്ല കേട്ടോ. ഏകദേശം എല്ലായിടത്തും റേറ്റൊക്കെ ഒരുപോലെ തന്നെയാണ്. എന്നിട്ട് ഞങ്ങളുടെ ഷോന് കയറി നല്ല അടിപൊളി ഷോ ആയിരുന്നു. ഒരു 1/2 hour ആയിരുന്നു ഈ ഡാൻസ് ഷോ ഉണ്ടായിരുന്നത് കേട്ടോ. ഇത് നിങ്ങൾ വരാൻ എന്തായാലും ഒരു കാണുന്നത് നല്ലതാണ്. ഇതിലെന്ന് വെച്ചാൽ പല കൺട്രീസ്, ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ പാട്ടിൻ്റെയും ഡാൻസ് ഉണ്ടായിരുന്നു, അങ്ങനെ ചൈന, ജപ്പാൻ, അങ്ങനെ പല കൺട്രിയുടെയും. പിന്നെ ലൈവായിട്ട് നമ്മുടെ എലിഫൻ്റൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വാർ എങ്ങനെ നടക്കുന്ന കിങ്ങൊക്കെ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒക്കെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. റിയാലിറ്റിയിൽ ഒരു സ്റ്റേജ് ഷോ പെർഫോമൻസ് അല്ല, ഒരു 1/2 hour നല്ലൊരു എൻ്റർടൈനിങ് പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ എലിഫൻ്റൊക്കെ ഉള്ളിലേക്ക് തന്നെ വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ആനനൊക്കെ കണ്ടാക്കണ കാരണം നമുക്ക് അത്ര തോന്നില്ല, എന്നാലും നന്നായിട്ടുണ്ടായിരുന്നു. വേറെ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ, അതുകൊണ്ടുള്ളതായിരുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ കാണിക്കുന്നവർ പണ്ട് കാലത്ത് എങ്ങനെയാണ് എലിഫൻ്റെ മുകളിൽ യുദ്ധം നടന്നുകൊടുന്നതെന്നുള്ള കാര്യങ്ങളാണ്. കാണാൻ ഡാൻസൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കാണാനായിട്ട് നല്ലൊരു എൻ്റർടൈനിങ് പെർഫോമൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ ഉടനെ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഹോളിൽ എൻ്റെ അവിടെ ഇറങ്ങി കഴിഞ്ഞാലാണ് എലിഫൻറ്റ് ഷോ ഉണ്ടായിരുന്നു. അതൊരു 1/2 hour ആണ്. അത് നന്നായിട്ട് അവർ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എലിഫൻ്റൊക്കെ കാണാൻ നല്ല കുഞ്ഞ് എലിഫൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ശരിക്കും നല്ല രസമുണ്ടായിരുന്നു അവർ ഓരോന്ന് ചെയ്യുന്നത് കാണാനൊക്കെ. അവർ നമ്മുടെ കയ്യിൽ നിന്ന് ടിപ്പൊക്കെ വാങ്ങിച്ചിട്ടൊരു താങ്ക് യു പറയുന്ന ഒരു ഇതിങ്ങനെ തലൊക്കെ കുഞ്ഞിട്ടും എന്താ കണ്ടോ കാലൊക്കെ പൊക്കിയിട്ടൊക്കെ താങ്ക് യു പറയുന്നതും, നമ്മളിപ്പോൾ അവർക്ക് പഴം കൊടുക്കുക അതൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് അവർ വരും. നല്ല രസമുണ്ടായിരുന്നു. തലൊക്കെ ആട്ടിയിട്ട് കണ്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അത് നല്ലൊരു രസമുണ്ടായിരുന്നു. പിള്ളേർക്ക് സ്പെഷ്യലി നന്നായിട്ട് ഇഷ്ടപ്പെടും ഈ ഷോ. ഈ ഷോയിൽ ഇപ്പോൾ എലിഫൻറ്റ് ഫുട്ബോൾ കളിക്കുന്നു. പിന്നെ എലിഫൻസിൻ്റെ കൂടെ പോയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സമയമുണ്ട്. അതിനൊക്കെ ടിപ്പുണ്ട്, അതിന് റേറ്റുണ്ട്. പിന്നെ എലിഫൻറ്റ് പെയിൻറ്റ് അടിച്ച ടീഷർട്ട് നമുക്ക് തരും, അവർ കാണിച്ചു തരും പെയിൻറ്റ് ചെയ്യേണ്ടതൊക്കെ. അപ്പോൾ അതൊക്കെ നന്നായി ട്രെയിൻ ചെയ്തേക്കുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ നന്നായി എൻ്റർടൈനിങ് ആയിരുന്നു. പിള്ളേർക്കൊക്കെ പറഞ്ഞ പോലെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നമുക്കതിൽ നല്ല ബോറടിക്കില്ല കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതിന് ശേഷം ഞങ്ങളൊരു ബഗ്ഗി ഇങ്ങനെ ബസ്സസ് ഉണ്ട്. അപ്പോൾ ആ ബഗ്ഗിയിൽ നമ്മൾ കയറിയിട്ട് ഓരോ സ്ഥലത്ത് നമ്മളിങ്ങനെ ഇറക്കും. അങ്ങനെ കുറേ പ്ലേസസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ പോണ വഴിക്ക് നിങ്ങളത് കണ്ടോ, പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ റിയലായിട്ട് ഇങ്ങനെ ആനിമൽസ് നിൽക്കുന്നത് പോലെ തോന്നും. പക്ഷേ ഇതൊക്കെ സ്റ്റാച്ചു ആണ്. നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അതൊരു കൂട്ടം ഗ്രൂപ്പായിട്ട് ഇങ്ങനെ നിൽക്കണ പോലെയാണ്. അത് ചെടികളുടെ ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോഴേ നല്ല നാച്ചുറൽ ഹാബിറ്റായിട്ട് ഇങ്ങനെ നമ്മുടെ ഫോറസ്റ്റിലൊക്കെ നിൽക്കണ പോലെ തന്നെ തോന്നിയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഓരോ സ്ഥലത്ത് നമ്മളെ അവർ ഡ്രോപ്പ് ചെയ്യും. പിന്നെ ഒത്തിരി ബഗീസ് ഉണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച പിക്കപ്പ്
പ്ലേസിൽ അതിൻ്റെ അടുത്ത് തന്നെ പിക്കപ്പ് പ്ലേസ് ഉണ്ടാവും. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ബഗ്ഗിയിൽ കയറി അടുത്ത പ്ലേസിൽ പോവാം. അങ്ങനെ നമ്മുടെ ടിക്കറ്റിൽ ഓരോ സ്ഥലത്തെ ടിക്ക് അവർ ഇടും, ചെയ്തിട്ടുണ്ട് ഫിനിഷ് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുത്തെടുത്ത് മതിയാവില്ല, അത്രയും ഭംഗിയാണ് ഓരോ സ്ഥലങ്ങളും അവർ ചെയ്ത് വെച്ചേക്കുന്നത്. പ്ലാന്റ്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയേക്കണ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കണ്ട് മതിയാവില്ല, രണ്ട് സൈഡിലും നമുക്കിങ്ങനെ അവിടെ എന്താണ് ഇവിടെ എന്താണെന്ന് ഇങ്ങനെ നോക്കിപ്പോവും. അത്രയും ഭംഗിയിലായിരുന്നു ഓരോ കാര്യങ്ങളും അവർ കട്ട് ചെയ്തിട്ടായാലും നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്ലാന്റ്സ് ആയാലും പല വെറൈറ്റി ഉള്ള പ്ലാന്റ്സും അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ആനിമൽസൊക്കെ വെച്ചേക്കണ കാണുമ്പോഴേ നമുക്ക് ശരിക്കും അതിശയം എത്ര ഭംഗിയിൽ അവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഇതിപ്പോൾ ഒരു ബോൺസായി ഗാർഡനാണ്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കാണുമ്പോഴേ നല്ല രസമുണ്ട്. ബഗ്ഗിലിരുന്ന് പോകുമ്പോഴായാലും അവർ സ്ലോ ആയിട്ട് ഈ ബഗ്ഗി മൂവ് ആവണേ. അപ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, രണ്ട് സൈഡിലും ഓപ്പൺ ആണ്. അപ്പോൾ നല്ല വിഷ്വലായിട്ട് നല്ല രസമായിരുന്നു, നമുക്ക് നടന്നിട്ട് വയ്യാണ്ടാവില്ല. ഇത് നല്ലൊരു ഫുൾ ഏരിയ ഇങ്ങനെ ഒരു നമ്മുടെ ബോൺസായിയുടെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഓരോ ചെടികൾ അവർ വെച്ചേക്കുന്ന രീതി കാണുമ്പോൾ തന്നെ ഭയങ്കര ഇമ്പ്രസീവായിരുന്നു. ഇതിപ്പോൾ കണ്ടോ, കളേഴ്സൊക്കെ ഇങ്ങനെ നല്ല മിക്സായിട്ട് വെച്ചേക്കാം. അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയാണ് അത് വെച്ചേക്കുന്നത്. മുകളിലും ഹാങ്ങിങ് പ്ലാന്റ്സും താഴെ ഇങ്ങനെ ലീവ്സിൽ തന്നെ പല കളേഴ്സുള്ളതും. പിന്നെ ഈ പോട്ട്സൊക്കെ കണ്ടോ നല്ല ഭംഗിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടില്ലേ. അപ്പോൾ നമുക്ക് കുറേ ഐഡിയാസും കിട്ടുമോ, ഇങ്ങനെയും പ്ലാന്റ്സ് വെക്കാം, ഇങ്ങനത്തെ പോട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് വെക്കാം. ആ പോട്ട്സിൻ്റെ ഭംഗി തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് അതിനേക്കാൾ ഭയങ്കര ഇഷ്ടമായത് ഇത് കാക്ടസ് പ്ലാന്റാണ്. ആ റെഡ് ഫ്ലവർ കാക്ടസിൻ്റെ ആണ്. ചെറിയത് നിങ്ങൾക്ക് റെഡ് കളർ കാണാനല്ലേ. അതുപോലെ തന്നെ ഒത്തിരി ഭംഗിയിൽ ഇത്ര അധികമായിട്ട്. പിന്നെ ഈ ക്രിസ്മസ് ട്രീ ഒക്കെ പോലെ നിൽക്കുന്നത് കാക്ടസ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പെട്ടെന്ന് ദൂരെ നിന്ന് നമുക്ക് ക്രിസ്മസ് ട്രീ പോലെ തോന്നും, പക്ഷേ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ കാക്ടസിൻ്റെ ചെറിയ ചെറിയ പ്ലാന്റ്സ് വെച്ചേക്കുന്നതായിരുന്നു. ഇത് കണ്ടോ, ഫുള്ള് 3-4 ഒരുമിച്ച് അവർ വെച്ചിട്ട് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇത് ഒരു ഏഷ്യൻ സിറ്റി പോലെ ഇങ്ങനെ റോക്ക് ഫോമിൽ അവർ ആക്കി വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് മാൻ മെയ്ഡ് തന്നെയാണ്. ഇത് നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുത്തതാണ് നമ്മുടെ ഡൈനോസർ പാർക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ മുകളിലിങ്ങനെ റെയിൽസ് കണ്ടു, നമുക്ക് അതിൽ കൂടെ ഒക്കെ നടക്കാം. അപ്പോൾ മഴ കൊള്ളാണ്ട് നമുക്ക് നടക്കുകയും ചെയ്യാം. അങ്ങനെ നന്നായിട്ട് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനോസർ പാർക്കിൽ നമുക്ക് പോയിട്ട് എവിടെ നിന്നൊക്കെ ഫോട്ടോസ് എടുക്കണമെന്നുള്ളത് തോന്നും. അങ്ങനത്തെ പല വെറൈറ്റി ഉള്ള ഡൈനോസേഴ്സാണ്. അപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ കുറേ പേരുകളൊക്കെ പറയേണ്ടത്, നമുക്ക് പിന്നെ എത്ര പേരൊന്നും അറിയേണ്ടതില്ല. അവർക്കൊക്കെ കണ്ടോടനെ ഇത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി രസമുണ്ടായിരുന്നു കേട്ടോ. നന്നായി ഉണ്ടായിരുന്നു ആ പാർക്ക്. പിന്നെ അതുപോലെ തന്നെ തായ്ലാൻഡിൽ കുറേ ടെമ്പിൾസ് ഉള്ള കാരണം അങ്ങനെ ടെമ്പിളിൻ്റെ ആയിട്ടുള്ളൊരു ഏരിയയും, പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഹൗസും ഇങ്ങനെ ലെപ്പോർഡും ഇങ്ങനെ കുറേ ആനിമൽസിൻ്റെ ഇങ്ങനെ സ്റ്റാച്ചു വെച്ചേക്കണം. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇത് റിയൽ ആണോ എന്നൊക്കെ തോന്നും, അത്രയ്ക്ക് ഭംഗിയിലാണ് ചെയ്തേക്കണം. അത് ഓരോ ആനിമലിൻ്റെ സൈസ് കറക്റ്റ് ആനിമലിൻ്റെ സൈസ് പോലെ. ഇപ്പോൾ ഡൈനോസർ ആയാലും ആ ഒരു നല്ല വലുപ്പത്തിൽ തന്നെ അവരുണ്ടാക്കി വെച്ചേക്കുന്നത്. ബേർഡ്സ് ആയാലും അത് ഒറിജിനൽ അല്ല, പക്ഷെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നും ഈ ഒറിജിനൽ ആണോ. ഇപ്പോൾ സീബ്ര ആയാലും അങ്ങനെ തന്നെ. ഇതൊക്കെ ടെമ്പിളിൻ്റെ ഇത് കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു അറിയോ. നല്ല ഗ്രീനറി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ പ്ലേസിൽ നമുക്ക് ആ സമയത്ത് മഴ ചാറണമെങ്കിൽ ആ മോളിക്കോടെയുള്ള റെയിൽസിൽ കയറി നടക്കുകയും ചെയ്യാം. ഇതാണ് കേട്ടോ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് അതിൻ്റെ ഉള്ളിലത്തെ.
അപ്പോൾ അതിൽ കയറിയിട്ട് ഞങ്ങളിതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പോയി. ഇവിടെ നമുക്ക് എന്തായാലും ഒരു 3-4 മണിക്കൂർ സ്പെൻഡാവും. നമുക്ക് എത്രയും നടക്കാനും എത്രയും കാണാനും ഉണ്ട്. ഓരോ സ്ഥലത്ത് നമുക്ക് ഇറങ്ങി കാണുമ്പോൾ ഒക്കെ അത് ശരിക്കും നമ്മൾ സമയം പോണത് അറിയില്ല, അത്രയും സമയം. അപ്പോൾ കാലത്ത് നേരത്തെ തന്നെ വരാൻ നോക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ എലിഫൻറ്റ് റൈഡ് ഉണ്ട്, അതിനൊക്കെ വേറെ വേറെ ചാർജസ് ആട്ടോ. അത് ഉള്ളിലേക്ക് നമുക്ക് കയറി കഴിഞ്ഞിട്ട് വേറെ ടിക്കറ്റ് ചാർജസ്സാണ് അതിനൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അവരിങ്ങനെ നിർത്തി ചോദിക്കേണ്ട നിങ്ങൾക്ക് റൈഡ് വേണമെങ്കിൽ അവിടെ ഉണ്ട് എന്നൊക്കെ അവർ ഇങ്ങനെ പ്രൊമോട്ടും ചെയ്യണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് എലിഫൻ്റെ കൂടെ നമുക്ക് ബേബി എലിഫൻ്റെ കൂടെ പോയിട്ട് ഫോട്ടോ കൊടുക്കാം, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങളൊരു കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തെത്തി, സാങ്ച്വറി ഓഫ് ട്രൂത്തും. ഇതും പട്ടായയിൽ തന്നെ അവിടെ നിന്ന് ഒരു ഹാഫ് ആൻ അവർ ജേർണി കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഫുൾ വുഡിൻ്റെ വർക്കാണ്, നിങ്ങളിപ്പോൾ കണ്ട് കാണും കുറേ വീഡിയോസിൽ. ഇത് ആണി വരെ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യില്ലേ പണ്ടത്തെ വുഡിൻ്റെ വർക്ക്, അങ്ങനെ തന്നെ ആശാരിമാരൊക്കെ ഇരുന്നിട്ട് കുറേ വർക്ക് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അതിലത്തെ ആണി വരെ വുഡിൻ്റെ ആണിയാണ് ചെയ്തേക്കുന്നത്. അത് ശരിക്കും നമുക്ക് കുറേ ഹിന്ദു ടെമ്പിളിൽ ഇങ്ങനെ കുറേ രൂപങ്ങളും പിന്നെ നമ്മളെങ്ങനെ ലൈഫിലായിരിക്കണം, നമ്മുടെ വാല്യൂസ് എങ്ങനെ നമ്മൾ കീപ്പപ്പ് ചെയ്യണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് അതിൻ്റെ ഓരോ പിക്ചേഴ്സും മോഡൽ വെച്ചിട്ട് അവർ പറയുന്നത്. അപ്പം നമുക്കൊരു ഇംഗ്ലീഷ് ഗൈഡഡ് ടൂർ ഫ്രീ ആയിട്ടുള്ളത് തന്നെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഭാഗ്യത്തിന് പോയ സമയത്ത് അത് കറക്റ്റ് സമയത്ത് അപ്പം ഉണ്ടായിരുന്നു, അത് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ഗൈഡഡ് ടൂർ കിട്ടി. അവിടെ ആയാലും നല്ല ഭയങ്കര വലുപ്പമില്ലാത്ത, ഇപ്പോഴും അതിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, കുറേ കൊല്ലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അത്രയും നല്ല പെർഫെക്ഷനിലാണ് അവർ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ കയറുമ്പോൾ ഇങ്ങനെ തലയിൽ ഹെൽമെറ്റ് വെച്ചിട്ട് കയറാൻ പാടുള്ളൂ. അവർ തന്നെ ഓരോ ഹെൽമെറ്റ് എല്ലാവർക്കും കൊടുക്കും. എന്നുവെച്ചാൽ അവിടെ വർക്ക് നടക്കുന്ന കാരണം തലയിലേക്ക് എന്തെങ്കിലും ചെറിയ സ്റ്റോൺസ് ആണിയൊന്നും വീഴാൻ പാടില്ല എന്ന് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു 1 hours ഒരു ഗൈഡഡ് ടൂറുണ്ട്. ഫുള്ള് ഉള്ളിലും പുറത്തൊക്കെ ഇങ്ങനെ നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് വുഡ് വർക്കാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലും ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഓരോ പാലസ് ആയാലും, നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ ഓരോ ടെമ്പിൾസ് ആയാലും നല്ല ഭംഗിയുള്ളതുണ്ട്. അങ്ങനത്തെ ഒരു വുഡ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഇതും. നമ്മുടെ ഗൈഡ് ഇങ്ങനെ ലേസർ ലൈറ്റ്, ആ ഗ്രീൻ ലൈറ്റ് കാണില്ലേ, അത് വെച്ചിട്ട് ഓരോ പാർട്സും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് കേട്ടോ. അതെന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻ്റ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലോറ് വരെ ഫുൾ വുഡാണ്. അപ്പോൾ നമ്മൾ ഓരോ നടക്കുമ്പോൾ ഒക്കെ നോക്കണം, സ്റ്റെപ്സൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എപ്പോഴും എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടായിരുന്നു. ഈ സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇറങ്ങാൻ തോന്നില്ല. അത് മിസ്സായെന്ന് തോന്നിപ്പോവും, അത്ര ഭംഗിയാണ്. ഈ സ്റ്റെപ്പ് വരെ നല്ല ഭംഗിയിൽ അവർ ചെയ്തേക്കുന്നത്. നമുക്ക് അതിൻ്റെ നിങ്ങൾ വീഡിയോ എടുത്തോ എന്നൊക്കെ ഫോട്ടോ എടുത്തോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിള്ളേരുടെ അടുത്തായാലും. അവർ നന്നായിട്ട് എൻജോയ് ചെയ്ത്, ഇഷ്ടപ്പെട്ടു അവർക്ക് കണ്ടിട്ട്. ഓരോ ഡീറ്റെയിലിങ് നമുക്ക് അന്തം വിട്ട് പോട്ടെ, ഇത്രയും സമയം എടുത്തിട്ട് ഓരോന്ന് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഓരോന്ന് കണ്ട് ഇതൊക്കെ നന്നായി എൻജോയ് ചെയ്തിട്ട് ഒരു 2 hours നമ്മളവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. അവിടെ 1 hour നമ്മുടെ ഗൈഡഡ് ടൂറും പിന്നെ നമുക്ക് ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ തന്നെ സമയം എടുത്തു പോകും. നല്ല ക്ലൈമറ്റായിരുന്നു, മഴ പെയ്യായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ബാങ്കോക്കിലേക്ക് ഒരു 1.5 hour ട്രാവലിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ എത്തിയത് ഐക്കോൺ സിയാം മോളുടെ അടുത്ത് തന്നെയാണ് കേട്ടോ പോകാനായിട്ട് പോയത്. അപ്പോൾ നമ്മൾ ബോട്ട് റൈഡിന് വേണ്ടി എടുത്തിട്ടാണ് പോയത്.
അവിടെ നമുക്ക് ടിക്കറ്റ് ഡയറക്റ്റ് ചെറിയൊരു ബോട്ട് റൈഡൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ ടാക്സി ഈ സമയത്തൊക്കെ ആകുമ്പോൾ ടാക്സി ഭയങ്കര ട്രാഫിക്കിൽ പെട്ടുപോകും. അപ്പോൾ ഞങ്ങളങ്ങനെ ബോട്ട് റൈഡ് എടുത്തത്. ആക്ച്വലി ഞങ്ങൾക്ക് ക്രൂസ് ഞങ്ങൾ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ പോകണമെങ്കിൽ ടിക്കറ്റ് ഇൻ കേസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐക്കോൺ സിയാം മോളിൻ്റെ ഏറ്റവും താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ അവിടെ കൗണ്ടേഴ്സ് ഉണ്ട് കേട്ടോ, അവിടെ നിന്ന് ടിക്കറ്റ് കിട്ടും. ഞങ്ങൾക്കത് അറിയണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പോയതിന് ശേഷമാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. അപ്പോൾ ഇങ്ങനെ ഡിന്നർ ക്രൂസ് ഉണ്ട്. അതൊരു 2 hour 3 hour അങ്ങനത്തെ റേഞ്ചിലാണ് ഡിന്നർ ക്രൂസ് ഉള്ളത്. അത് പോയാൽ നല്ലതാണ്. നമുക്ക് വൈകുന്നേരത്തെ ടെമ്പിൾ വാട്ടറും അവിടുത്തെ ടെമ്പിൾസിൻ്റെ ലൈറ്റിങ്ങൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സാധാ ഒരു നമ്മുടെ കൊച്ചിയുടെ ഇങ്ങനെ ബോട്ട് സർവീസ് ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു സർവീസാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ക്രൂസ് ഷിപ്പൊക്കെ ഇങ്ങനെ പാസ് ചെയ്യുന്നത് കാണാമായിരുന്നു. ഞങ്ങൾക്കത് ടിക്കറ്റ് കിട്ടാത്ത കാരണം അത് മിസ്സായിപ്പോയി. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആയപ്പോഴേക്കും നമുക്കിങ്ങനെ മുകളിൽ പോയിട്ട് വിസിറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ടിക്കറ്റ് നമുക്ക് അവിടെ നിന്നായാലും കിട്ടും എന്നുള്ളത്. അപ്പോൾ ഐക്കോൺ സിയാം മുകളിൽ പോയിട്ട് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.